ബൈ ബൈ. ഒരുപാട് പറയാനുണ്ട്, പക്ഷേ സമയമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ മധുരം നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. ആദ്യം അവിടെയുണ്ട്. കേക്ക് മുറിക്കണം എന്ന് പറഞ്ഞിട്ട് വന്നത്. അപ്പൊ മഞ്ജുവിനെ കൂടെ വിളിച്ചു. ഇത്തിരി വട്ടം കേറി നോക്കാം. ലിറ്റ് ബ്രോ കേക്ക് കട്ട് ചെയ്യാൻ പോകണം. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നുള്ള സിനിമ ഏത് രീതിയിലാണ് പ്രേക്ഷകരിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ പ്രേക്ഷകർ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് ആഗ്രഹിച്ചത്, അതിനേക്കാളും ഗംഭീരമായ രീതിയിൽ ഒരു സ്വീകരണം തന്നതിന് ഒരുപാട് സന്തോഷം. ആദ്യത്തെ ഷോ കഴിഞ്ഞിട്ട് എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഇത്രയും നാളത്തെ ഒരു എഫേർട്ട്, കുറേ നാളുകളായിട്ടുള്ള എഫേർട്ട് എടുത്താണ്. പക്ഷേ എഫേർട്ട് എടുക്കുന്നതിനപ്പുറം അതിൻ്റെ ഒരു റിസൾട്ട് തിയേറ്ററിൽ വരുമ്പോൾ പ്രേക്ഷകരുടെ അടുത്ത് നിന്നാണ് ലഭിക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷം, ഏറ്റവും നല്ല രീതിയിലുള്ള റെസ്പോൺസ് ഒരു സ്വീകരണം തന്നതിൽ ഓഫീസർ ഓൺ ഡ്യൂട്ടി ടീമിൻ്റെ പേരിൽ എല്ലാ മെമ്പേഴ്സും ഓൾമോസ്റ്റ് ഇവിടെ ഉണ്ട്. പുതിയ ആൾക്കാരും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ടെക്നീഷ്യൻസും ആക്ടേഴ്സും എല്ലാവരും ഈ കൂട്ടത്തിലുണ്ട്. സോ അവരുടെ എല്ലാവരുടെയും പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഒരു വലിയ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു ഫ്രം ഓഫീസേഴ്സ് ഓൺ ഡ്യൂട്ടി. ഒരു നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ എഫേർട്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ ചെന്ന് കാണുക. തിയേറ്ററിൽ ചെന്ന് കണ്ടാൽ മാത്രമാണ് ഇതിൻ്റെ ഒരു പൂർണ്ണമായിട്ട് എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. അത് തീർച്ചയായിട്ടും പ്രേക്ഷകരെല്ലാവരും കൂട്ടിയിരുന്ന് കാണുമ്പോഴുള്ളൊരു വൈബ് വേറെയാണ്. അത് ഞങ്ങൾ നേരിട്ട് അറിഞ്ഞ് അനുഭവിച്ചതാണ്. ആ ഒരു സന്തോഷം ഞങ്ങൾ നേരിട്ട് കിട്ടിയതാണ്. ആ ഒരു നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഒരുപാട് പറയാനുണ്ട്, പക്ഷേ സമയമില്ല, അല്ലെങ്കിൽ വാക്കുകളില്ല. താങ്ക് യു. ജിത്തു ചേട്ടൻ അപ്പോൾ താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ മധുരം നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. ആദ്യം ഇവിടെ വില്ലന്മാരും കട്ട വില്ലന്മാരും കട്ട വില്ലത്തികളും ഓഫീസേഴ്സും. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ജിത്തു അഷ്റഫ് എന്ന പുതുമുഖ സംവിധായകനാണ്. പക്ഷേ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള നല്ല സിനിമകളുടെ കൂടെ ഭാഗമായിട്ടുള്ളൊരു വ്യക്തിയാണ്. ജിത്തു അഷ്റഫിൻ്റെ സംവിധാനത്തിൽ ഷാഹി കപൂറിൻ്റെ സ്ക്രിപ്റ്റിൽ മാർട്ടിൻ പ്രക്കാട്ടും കൂടെ പ്രൊഡക്ഷനായിട്ടുള്ള ഒരു ബാനറിൽ സിബി ചാവറയും രഞ്ജിത്ത് നായരും അതിൻ്റെ കൂട്ടത്തിലുണ്ട്. അതേപോലെ തന്നെ ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചമൻ ചാക്കോ എഡിറ്റിംഗ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ. പിന്നെ ഈ അവസരത്തിൽ നമ്മൾ ഇപ്പോൾ മിസ് ചെയ്യുന്നത് ശരിക്കും പ്രിയാമണിയും ജഗദീഷ് ചേട്ടനും മനോജ് കെയും ഒക്കെയാണ്. പക്ഷെ അവരോട് എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ ഒരു സന്തോഷവും അവരുമായിട്ട് പങ്കിടുകയാണ്. സോ താങ്ക് യു വെരി മച്ച്. അപ്പോൾ തിയേറ്ററിൽ പോയി കാണുക. ഈ സന്തോഷം നിങ്ങൾ എല്ലാവരിലേക്കും അറിയിക്കുക. താങ്ക് യു വെരി മച്ച് ഫ്രം അവർ ഹാർട്ട്. താങ്ക് യു. എല്ലാവരും താഴത്തേക്ക് പോണേ, പ്ലീസ് ഒന്ന് താഴത്തേക്ക് പോണേ. എല്ലാവരും മീഡിയക്കാരെല്ലാവരും സൈഡിലേക്ക് ഇവരെ സൈഡിലേക്ക് പോയിട്ട് ബൈ ബൈ.
താങ്ക് യു ഗൈസ്. അപ്പം ഇത് എല്ലാവരിലേക്കും എത്തിക്കുക. താങ്ക് യു ഫ്രം ഓഫീസേഴ്സ് ഓൺ ഡ്യൂട്ടി. ഒന്നും മറക്കരുത്. ഒരു ബിറ്റ് പോലും വിടില്ല. അവർ ഭയങ്കര കഥയോട് ചേർന്ന് നിൽക്കുന്ന പോലെ ഓരോ സെക്ഷനും നല്ല വർക്ക് ചെയ്താൽ പോയത്. പിന്നെ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ചാക്കോൻ ചേട്ടൻ ഒരു നല്ല മാസ് ബീജിയം കൊടുക്കണമെന്ന്. അത് ഇതിൽ പറ്റി. നിങ്ങൾ കാണുക, ഡിസപ്പോയിൻ്റ് ആവില്ല എന്നുള്ള ഉറപ്പ്. പടം എന്ത് അല്ല, പടത്തിനൊരു ഇമോഷണൽ ഗ്രാഫ് ഉണ്ടല്ലോ. മാസ് പടം മാത്രമല്ല, ഇതിന് നല്ലൊരു ഭയങ്കര കാലത്തിന് വളരെ ആപ്റ്റായിട്ടുള്ളൊരു മെസ്സേജ് പറയുന്ന പടമാണ്. അപ്പോൾ അതിനകത്ത് ഇമോഷണൽ ഗ്രാഫും മാസും എല്ലാം കൂടെ ഒരുമിച്ചുകൊണ്ടുള്ളൊരു സിനിമയ്ക്ക് ആവശ്യമായൊരു ഗ്രാഫാണ്. ഇനി നിങ്ങൾ കണ്ടിട്ട് പറ, എല്ലാവരും പ്രേക്ഷകരെല്ലാവരും കാണണം, സൂപ്പർ ഹിറ്റ് ആക്കണം. താങ്ക് യു. അടിപൊളിയായിരുന്നു, ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾ കണ്ടോ, പടം കണ്ടോ? കാണണം, കണ്ടിട്ട് പറയൂ. ഭയങ്കര ഹാപ്പിയാണ്. ഓഡിയൻസ് ആയിട്ട് ഇന്ന് ആണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു റിയാക്ഷൻ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. ഓക്കെ, എന്തായാലും എല്ലാവരും കാണും, വേണ്ട അഭിപ്രായം അറിയിപ്പിക്കും. പടം ഞങ്ങളുടെ ഏതായാലും നമ്മുടെ ഒരു 1.5 വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലം നമുക്ക് രുചിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. പടത്തെക്കുറിച്ച് എല്ലായിടത്തും കേരളത്തിലെ 175 സെൻറ്ററുകളിൽ റിലീസ് ചെയ്യേണ്ടത് എല്ലായിടത്തും നല്ല അഭിപ്രായമാണ് രാവിലത്തെ മോർണിംഗ് ഷോയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ആ മ്യൂസിക്കിനെ കുറിച്ചും ചാക്കോച്ചൻ്റെ അഭിനയത്തെ, ചാക്കോച്ചൻ ഇതുവരെ ചെയ്ത പോലീസ് വേഷങ്ങൾ വളരെ ഡിഫറൻ്റ് ആണെന്ന് എല്ലാവരും പറയുന്നത്. എനിവേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, ജിത്തു വർഷപ്പിൻ്റെ ഡയറക്ടർക്കും, പിന്നെ മ്യൂസിക് ഡയറക്ടർക്കും, എൻ്റെ ഷാഹി കപൂറിൻ്റെ റൈറ്റർക്കും, എൻ്റെ മാർട്ടിൻ പ്രക്കാട്ടും, രഞ്ജിത്ത് നായരെയും, ഞങ്ങളുടെ 3 പേരുടെയും പേരിൽ അഭിനന്ദനങ്ങൾ എല്ലാവരും അറിയിക്കുകയാണ്.